ഹായ് മച്ചന്മാരെ, എയർ കൂളിംഗ് 12 പരിപാടികൾക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ സാംസങ് ഫുൾ ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനാണ്. ഈ വാഷിംഗ് മെഷീൻ്റെ കംപ്ലയിൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് ഫങ്ഷൻ ആവുന്നില്ല. ലാസ്റ്റ് ഫങ്ഷൻ സ്പിന്നിൽ വന്നിട്ട് വെള്ളം പോകാതെ നിൽക്കുന്നതാണ് ഇതിൻ്റെ കംപ്ലയിൻറ്റ്. അപ്പോൾ ഇതെന്താണ് നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് പോവുകയാണ്. മെയിനായിട്ടുള്ളൊരു വിഷയം എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഫങ്ഷൻ നടക്കാതെന്ന് പറഞ്ഞാൽ ടൈമിങ്ങിൽ ഒരു വ്യത്യാസം വരുമ്പോഴാണ്. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ആദ്യം തന്നെ ഫുൾ വാഷിലിട്ടതിന് ശേഷം ഞാനൊന്ന് ആദ്യം മുതൽ തന്നെ ചെക്ക് ചെയ്യുകയാണ്. ചെക്ക് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാകാൻ പറ്റിയത് ഇതാണ്ടല്ലേ, വെള്ളത്തിൻ്റെ ഫ്ലോ കുറവുണ്ട്. വെള്ളത്തിൻ്റെ ഫ്ലോ അത്യാവശ്യം വരേണ്ടതാണ്. ഇതിപ്പം കുറച്ചാണ് ഫ്ലോ ഇങ്ങനെ വരുന്നത്. അപ്പം ഇതാണ് മെയിനായിട്ടുള്ളൊരു കാരണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ അതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഈ വെള്ളം വരുന്നതിൻ്റെ ടാപ്പിൽ കണക്ട് ചെയ്തിരിക്കുന്നതിൻ്റെ വാൽവ് കണക്ട് ചെയ്യുന്നതിൻ്റെ അവിടെ ആയിട്ട് നമുക്ക് അഴിക്കാനായിട്ട് കിട്ടും. ആ അഴിക്കുന്ന സ്ഥലം നമ്മൾ അഴിച്ചതിന് ശേഷം ടാപ്പ് ഓഫ് ചെയ്തതിന് ശേഷം നമ്മളത് അഴിക്കുക. ഇത് അഴിച്ച് നമുക്ക് നോക്കുമ്പോൾ തന്നെ നമുക്ക് അതിനകത്തൊരു ഫിൽറ്റർ കാണാൻ പറ്റും. ആ ഫിൽറ്റർ ബ്ലോക്ക് ആണെന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ ഫ്ലോ കുറയാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ടാപ്പിൽ നിന്ന് വരുന്ന അവിടെ ആ ഒരു സൈഡിലും നമുക്ക് ഇതുപോലൊരു ഫിൽറ്റർ കാണും. ആ ഫിൽറ്റർ ബ്ലോക്ക് ആണെങ്കിലും ഇങ്ങനെ വെള്ളത്തിൻ്റെ ഫ്ലോ കുറയാനുള്ള സാധ്യതയുണ്ട്. ഞാനത് അഴിച്ച് നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഫിൽറ്റർ ബ്ലോക്കുണ്ട്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ബ്ലോക്കാണ് ഉള്ളത്. ഞാനത് ചെറുകെ നമ്മളൊരു സ്ക്രൂ ഡ്രൈവർ വെച്ച് നമുക്ക് ഇങ്ങനെ എടുക്കാനായിട്ട് പറ്റും. അതിനകത്തേക്ക് ഒരു വെട്ട് പോലുണ്ട്. ആ വെട്ടിനകത്തേക്ക് സ്ക്രൂ ഡ്രൈവർ ഇട്ട് എത്തിക്കി കഴിഞ്ഞാൽ ആ ഫിൽറ്റർ നമുക്ക് ഊരി കയ്യിലെടുക്കാൻ പറ്റും. ഇത് ഊരിയതിന് ശേഷം നമ്മളൊരു ബ്രഷ് ഉപയോഗിച്ച് നല്ല വൃത്തിയായിട്ട് തന്നെ നമ്മൾ കഴുകണം. അതിനകത്ത് ഫുള്ള് ബ്ലോക്ക് ആയതുകൊണ്ടാണ് വെള്ളത്തിൻ്റെ ഫ്ലോ കറക്റ്റായിട്ട് കിട്ടാഞ്ഞ് ആ ഒരു ടൈമിങ്ങിൽ വ്യത്യാസം വരും. കാരണം 10 മിനിറ്റ് കൊണ്ട് എടുക്കേണ്ട വെള്ളം ഒരു 20 മിനിറ്റ് ആകുമ്പോൾ ആ 10 മിനിറ്റ് അവിടെ ആ ഒരു മെഷീൻ പ്രവർത്തിക്കാനുള്ള ഒരു ടൈമിങ് കിട്ടിയെന്ന് വരത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ ഞാൻ വൃത്തിയായിട്ട് തന്നെ അത് കഴുകുന്നുണ്ട്. നല്ല ബ്രഷ് ഉപയോഗിച്ച് നല്ല വൃത്തിയായിട്ട് തന്നെ കഴുകി സെറ്റ് ചെയ്ത് ഇടാനായിട്ടാണ് പോകുന്നത്. നമ്മൾ ബ്രഷ് വെച്ച് ഇതങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്താൽ മതി, ആ അഴുക്കൊക്കെ ഒന്ന് പൊക്കോളും. കണ്ടില്ലേ, ഇങ്ങനെ ഒന്ന് വൃത്തിയാക്കി ഇടയ്ക്കിടയ്ക്ക് നമ്മളിതൊന്ന് വൃത്തിയാക്കി കൊടുക്കാം കേട്ടോ. നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം തന്നെയാണ്. കാരണം വെള്ളത്തിന് ഫ്ലോ കുറയുന്നതിനനുസരിച്ചിട്ട് നമുക്കത് ചെക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ഫ്ലോ കുറയുന്ന സമയത്ത് നമുക്കിത് നയിച്ച് വൃത്തിയായിട്ട് തന്നെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ വാഷിംഗ് മെഷീനിൻ്റെ ആ ഒരു ലാസ്റ്റ് ഫങ്ഷൻ നടക്കാത്ത, അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ ഫ്ലോ കുറയുമ്പോഴോ അല്ലെങ്കിൽ കറക്റ്റായിട്ട് ഫങ്ഷൻ നടക്കാതെ വരുമ്പോഴൊക്കെ നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നമുക്ക് കറക്റ്റായിട്ട് തന്നെ ഇട്ട് അതിങ്ങനെ ഇട്ടതിന് ശേഷം ഒന്ന് ത്രെഡാണ്, ആ ത്രെഡ് നമുക്ക് ടൈറ്റ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ആ തന്നെ ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ്. ഞാനിനി ഒന്ന് ചെക്ക് ചെയ്യാൻ പോവാണ് വെള്ളത്തിൻ്റെ ഫ്ലോ എങ്ങനെയുണ്ടെന്ന്. ടാപ്പൊന്ന് തുറന്നിട്ടിട്ട് കണ്ടില്ലേ, ഞാൻ പറഞ്ഞ ഇവിടെയാണ് ഈ ഭാഗത്തും ബ്ലോക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. ഇതിനിപ്പം ആ ഒരു ഫിൽറ്റർ പോലൊരു സംഭവം ഇല്ല, അതുകൊണ്ട് ഇതിന് കുഴപ്പമില്ല. കാരണം പിന്നെ വേറെ ബ്ലോക്കും കാര്യങ്ങളൊന്നും ഇല്ല. ഫിൽറ്റർ വരുന്ന വേറെ ടൈപ്പ് ഓസ് ഉണ്ട്. ആ ഓസ് നമ്മൾ ചെക്ക് ചെയ്യണം. ബ്ലോക്ക് ഉണ്ടെങ്കിൽ നമ്മളത് കഴുകി വൃത്തിയാക്കിയിട്ട് കഴിഞ്ഞാൽ വെള്ളം കറക്റ്റായിട്ട് തന്നെ കിട്ടിക്കോളും. എന്നാലും ഞാനതൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ടാണ്. തടസ്സമുണ്ട്, ചെറിയ ഒരു വാൽവാണ്. ആ വാൽവ് അടഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വെള്ളം വരാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് നമ്മളത് വളരെയധികം ശ്രദ്ധിക്കും. ഞാനിപ്പോൾ ടാപ്പ് ഓണാക്കിയിട്ടുണ്ട്. ഞാനിനി മെഷീൻ ഓണാക്കി ഒന്ന് ചെക്ക് ചെയ്യുകയാണ് വെള്ളത്തിൻ്റെ ഫ്ലോ എങ്ങനെയുണ്ടെന്ന്. ഫുൾ ഓട്ടോമാറ്റിക്കിൽ തന്നെ ഞാൻ ഇടുകയാണ്. വെള്ളത്തിൻ്റെ ഫ്ലോ കണ്ടില്ലേ, നേരത്തേക്കാട്ടും നല്ല വ്യത്യാസത്തിൽ ഉണ്ട്. കണ്ട, നല്ല രീതിയിൽ വെള്ളം വീഴുന്നുണ്ട്. കണ്ട, നല്ല ഫ്ലോയുണ്ട്. ആദ്യം കാണിച്ചതിനെക്കാട്ടിലും നല്ല ഫ്ലോയിലാണ് ഇപ്പോൾ വെള്ളം വീഴുന്നത്. കാരണം ആ വെള്ളം വീഴാഞ്ഞ ഒരു കാരണം കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഏകദേശം നമ്മുടെ പണി ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ.